അല്ല വാള കിട്ടുന്ന സമയമാണ്. വാളയോ? പിന്നെ 14 കിലോയുള്ള വാളയും പിടിച്ചിട്ടുണ്ട് ഇവിടുന്ന്. 14 കിലോയോ? 14 എന്ന് പറഞ്ഞാൽ 10 ഒട്ടും കുറയില്ല. ഇവിടെ കൂടിയാലോ? എന്നാൽ ഇവിടെ കൂടിയേക്കാം. ഒരു 14 കൂടെ കിട്ടുമെന്ന് നോക്കാം ഇവിടുന്ന്. കഴിഞ്ഞ പോലെ ഇവിടുന്ന് കിട്ടിയത്. പിന്നെ കിട്ടിയതുവാ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കൊതുകും കടിച്ച് ആ കൂടെ വാളയും കൊത്തി. അങ്ങനെയാണെ എനിക്ക് ഉടക്കും. അവനെ സൂക്ഷിച്ചുകൊണ്ടോണേ. ഓക്കെ ബ്രോ, സെറ്റല്ലേ. എടാ അതുപോലെ ഈ കടലെ പുട്ടാന്ന് തോന്നുന്നു മെയിൻ. ഒത്തിരി പാഴ്സൽ മേടിക്കുന്നുണ്ട്. അത് ശരിയാ, വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പോകുമ്പോൾ നമുക്ക് 2 അടിച്ചിട്ട് പോവാം. ഓക്കെ, നോക്കാം. കൊത്തുണ്ട്. കൊത്തും. നമ്മളൊരു വാളെ പിടിക്കുവളിയായി ഇവിടുന്ന്. തീർച്ചയായിട്ടും, അത് കഴിഞ്ഞേ നമ്മൾ ഇവിടുന്ന് പോവുള്ളൂ. ചേട്ടാ ഒരു കുറ്റി പുട്ട്. നിങ്ങൾ പുട്ടാണെങ്കിൽ നമ്മൾ പുട്ടും കുറ്റിയാണേ. ഞാനിപ്പം തള്ളും മോനെ, നിങ്ങൾ കണ്ടോളി. നിങ്ങൾ തള്ളി ഉള്ളേ പോയ നമ്മക്കാരാണ്. ഒരാളെ ഞാനൊരു വെള്ളം മേടിച്ചോണ്ടേ. ചേട്ടോ, 1 രൂപ വെള്ളം തന്നേ. 10 രൂപയെ. ചേട്ടാ പുട്ടുണ്ടോ? വേവുന്നുള്ളൂ, ഇപ്പം തരാവേ. ശരി. കേട്ടോ പൈസ. അളിയാ, പുട്ട് വെന്തിട്ടില്ലെന്നാ പറഞ്ഞത്. എന്നാ വെള്ളം കുടി. എന്നിട്ട് വന്നോട്ടെ. വല്ല കൊത്തുകൊണ്ടോ അളിയാ? ഒരെണ്ണം പിടിച്ചേനെ അളിയാ. ഇന്നലെ കണ്ടില്ലല്ലോ, എവിടെയായിരുന്നു? ഞാനിവിടെ ഇല്ലായിരുന്നു ചേട്ടാ. എന്നാ പാത്രം വെച്ചോ. ശരി. വീണോ? കിട്ടി ചേട്ടാ. എന്നേട്ടാ പൈസ? മോനെ കൂട്ടാ ചേഞ്ചില്ലോ അവിടെ. അത് കുഴപ്പമില്ല, വൈകിട്ട് 3 പുട്ട് കൊടുത്താൽ. അപ്പോൾ ഓക്കെ. വിശക്കുന്നല്ലോ അളിയാ. എന്നാ എനിക്ക് കഴിച്ചിട്ട് ചൂണ്ടളിയാ. എന്നാ വാ. ചേട്ടോ പുട്ടായോ? പുട്ട് താൻ പുട്ടിൻ്റെ കാര്യം പറഞ്ഞില്ല എന്നോട്. ഓർമ്മയാണല്ലോ. പുട്ടടിക്കുക ചേട്ടാ. സാറേ ഉപദ്രവിക്കരുത്, വേണ്ട രീതിയിൽ കാണാം. അപ്പം പുട്ടില്ല. എടാ, ഈ മുട്ടറ്റൻ വെള്ളത്തിൽ ഞങ്ങൾ ചൂണ്ടായിട്ട് ഇറങ്ങിയതേ വാള പിടിക്കാനല്ല, നിന്നെ പിടിക്കാനാടാ. അവൻ്റെ ഓട്ടം കണ്ടില്ല സാറേ. അവൻ ഓടട്ടെ, അവൻ എവിടം വരെ ഓടുന്നു കാണട്ടെ. അവൻ്റെ ഒരു പുട്ടും കുറവും. എന്നെ പിടിക്കാൻ പിടിച്ചതുവാ. പോയിട്ട് അടുത്ത വെള്ളിയാഴ്ച വാ. നീ ഓടറാ, നീ എവിടം വരെ ഓടടാ. മനസ്സിലായോ? ഇവനെ മനസ്സിലായോ? ഇവൻ നമ്മളെ അന്ന് ഊഞ്ഞാലാട്ടിയതാ. ഇടിച്ച് വണ്ടിയൊക്കെ ഉള്ളൂ. ഓക്കെ സാർ. എൻ്റെ പൊന്നു സാറേ, ഇത് വലിയൊരു ചെങ്ങലയാ. അതിലെ ചെറിയൊരു കണ്ണി മാത്രമാണ് ഞാൻ. എന്നെ കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. സാർ എന്നെ കൊണ്ട് ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ സാറ് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ഞാൻ പുല്ല് പോലെ ഇറങ്ങി പോരും. എടാ, നീ പറഞ്ഞ ശരിയാ. ഞാൻ ഒരു കണ്ണിയെ പൊട്ടിച്ചിട്ടുള്ളൂ. പക്ഷെ 1000 കണ്ണി പൊട്ടിക്കാൻ കേൾപ്പുള്ള യുവാക്കളുണ്ട് ഇവിടെ. അവരിലാണ് എൻ്റെ പ്രതീക്ഷ. നിനക്കറിയാവോ? അവരോടാണ് ഞാൻ പറയുന്നത്, ലഹരിക്ക് അടിമപ്പെടാതിരിക്കുക, ലഹരി കച്ചവടക്കാരെ ഒറ്റപ്പെടുത്തുക. ഇതൊരു കൊടും ചതിയാണ്. തലമുറകളെ കാർന്നു തിന്നുന്ന കൊടും ചതി. നമുക്കൊരുമിച്ച് ലഹരിക്കെതിരെ പോരാടാം.